ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു. ഷൈനെ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചിരിക്കുകയാണ്. മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തും. രക്തവും നഖവും തലമുടിയുമെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കും. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഷൈൻ ടോം ചാക്കോയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. NDPS നിയമത്തിലെ സെക്ഷൻ 27-29 ആക്ട് പ്രകാരമാണ് കേസ്. ഷൈനിൻ്റെ മൊഴികളിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പോലീസ് വ്യക്തമാക്കി. ഡാൻസ് ഓഫ് സംഘം അന്വേഷിച്ചെത്തിയ ലഹരി ഇടപാടുകാരൻ സജീറിനെ അറിയാമെന്ന് ഷൈൻ മൊഴി നൽകിയിട്ടുണ്ട്. ജിജീഷ് കരുണാകരൻ ചേരുന്നു ജനറൽ ആശുപത്രി പരിസരത്ത് നിന്ന്. ജിജീഷ്, എന്തായാലും പരിശോധനയ്ക്ക് ഷൈനെ എത്തിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം എന്താവും നടപടിക്രമങ്ങൾ? നിലവിൽ ഇപ്പോൾ ഇവിടുത്തെ പരിശോധനകൾ പൂർത്തിയാക്കിയിരിക്കുന്നു. ഒന്ന് മുടിയുടെ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കുകയാണ്. രേഷ്മ ബാബു ചേരുന്നു. രേഷ്മ, വിശദാംശങ്ങൾ. എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് നഖം, അതോടൊപ്പം തന്നെ മുടി, അവരുടെ സ്രവം, ഇതിന്റെയൊക്കെ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം നിലവിൽ ഷൈൻ ടോം ചാക്കോയെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് തിരികെ എത്തിച്ചിരിക്കുകയാണ്. എറണാകുളം ജനറൽ ആശുപത്രിയിൽ ഇതിന്റെ സാമ്പിളുകളൊക്കെ തന്നെ ശേഖരിച്ചു കഴിഞ്ഞിട്ടാണ് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തിരികെ നോർത്ത് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുന്നത്. ഇനി ഇവിടെ നിയമ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. പ്രത്യേകിച്ച് ചുമത്തപ്പെട്ട കുറ്റങ്ങൾ, അത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ്. NDPS ആക്ടിലെ 29(1) അതോടൊപ്പം തന്നെ 27 വകുപ്പുകൾ പ്രകാരമാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജാമ്യം ലഭിക്കാവുന്ന കുറ്റമായതുകൊണ്ട് തന്നെ സ്റ്റേഷൻ ജാമ്യത്തിൽ പോകാൻ സാധിക്കും. അതിന്റെ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തീകരിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ, അല്ലെങ്കിൽ ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. കാരണം ഷൈൻ ടോം ചാക്കോയുടെ പങ്കാളിത്തം സംബന്ധിച്ചുള്ള കാര്യത്തിൽ വ്യക്തതയും തെളിവും ശേഖരിച്ചതിന് ശേഷമായിരിക്കും പോലീസ് അത്തരമൊരു നടപടിയിലേക്ക് കടക്കുക. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തന്നെയാണ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. സജീറുമായി നടത്തിയ സാമ്പത്തിക ഇടപാട്, അത് ഏത് വിധത്തിലാണ്? അന്നേ ദിവസം നടത്തിയ സാമ്പത്തിക ഇടപാട് ലഹരിക്ക് വേണ്ടിയിട്ടായിരുന്നു? ഇതടക്കമുള്ള ചോദ്യങ്ങളിലാണ് ഇനി വ്യക്തത വരുത്തേണ്ടത്. എന്തായാലും സജീറിനെ അറിയാമോ എന്നുള്ള ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള മറുപടി ഈ പറയുന്ന ഷൈൻ ടോം ചാക്കോയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. മാധ്യമങ്ങളടക്കം ഇക്കാര്യത്തിൽ അദ്ദേഹത്തോട് ചോദ്യങ്ങൾ ഉന്നയിച്ചിരുന്നു. എന്തായാലും മൗനം തന്നെയാണ് അവലംബിച്ചത്. തിരികെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഷൈൻ ടോം ചാക്കോയെ എത്തിച്ചിട്ടുണ്ട്. ഇനിയുള്ള നടപടിക്രമങ്ങൾ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പായതുകൊണ്ട് തന്നെ അതിന്റെ നടപടിക്രമങ്ങളാണ് ഇനി പൂർത്തിയാക്കാനായിട്ടുള്ളത്. കൂടുതൽ വകുപ്പുകൾ ചുമത്തണമെങ്കിൽ പോലീസിന് കൂടുതൽ തെളിവുകൾ അനിവാര്യമാണ്. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പോലീസ് ഇനി നീക്കം നടത്തുക. എന്തായാലും നിലവിൽ ചുമത്തപ്പെട്ട കുറ്റങ്ങൾ എന്ന് പറയുന്നത് NDPS ആക്ടിലെ 27 വകുപ്പും അതോടൊപ്പം തന്നെ 29 വകുപ്പും തന്നെയാണ്. ലഹരി ഉപയോഗം, പ്രേരണ കുറ്റം അഥവാ ഗൂഢാലോചന കുറ്റം, ഇതടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ടാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ നോർത്ത് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ ലഹരി ഉപയോഗം സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തെളിവുകൾ ശേഖരിക്കപ്പെട്ടിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗൂഢാലോചന കുറ്റത്തിലും തെളിവുകൾ കൃത്യമായിട്ട് പോലീസിന്റെ പക്കലുണ്ട്. പക്ഷേ ഈ മറ്റ് സാമ്പത്തിക ഇടപാടുകൾ, അതായത് ലഹരിക്ക് വേണ്ടിയിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും NDPS ആക്ടിലെ 27 വകുപ്പ് സബ്ക്ലോസ് A, അത് സബ്സെക്ഷൻ A വേണ്ടിവരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ജാമ്യമില്ലാ കുറ്റത്തിലേക്ക് കടക്കും. പക്ഷേ അത്തരത്തിൽ ഉള്ള തെളിവുകളൊന്നും തന്നെ പോലീസിന് ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. എന്തായാലും സജീറുമായിട്ട് 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാട് ഷൈൻ ടോം ചാക്കോ നടത്തി എന്നുള്ളതാണ് പോലീസിന് ഇതുവരെ കിട്ടിയിട്ടുള്ള മറുപടി. സജീറിനെ അറിയാമെന്നുള്ള മൊഴിയിൽ ഷൈൻ ടോം ചാക്കോ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഈ സാമ്പത്തിക ഇടപാട് ലഹരിക്ക് വേണ്ടിയിട്ടായിരുന്നു മുൻ കാലങ്ങളിൽ, അതായത് ഈ പരിശോധന ഫലം എപ്പോഴാണ് ലഭിക്കുന്നത്? പരിശോധനയിൽ ലഹരി ഉപയോഗിച്ചു എന്ന് കണ്ടെത്തിയാൽ കൂടുതൽ വകുപ്പുകൾ ചുമത്തുമോ? മാത്രമല്ല, മറ്റൊരു കാര്യം കൂടി, രേഷ്മ നേരത്തെ പറഞ്ഞു ഇത് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാവുന്ന വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്ന്. കോടതിയിൽ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കണ്ടേ?
നമ്പ്യാർ, നിലവിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കൊന്നും പോലീസ് കടക്കേണ്ടതില്ല. സ്വാഭാവികമായിട്ടും സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പ് തന്നെയാണ് എങ്കിൽ ഉദ്യോഗസ്ഥന്റെ സാന്നിധ്യത്തിൽ തന്നെ ജാമ്യം ലഭിച്ച് അല്ലെങ്കിൽ ജാമ്യം കൊടുത്ത് അതിന്റെ കൃത്യമായിട്ടുള്ള രേഖാമൂലമായിട്ടുള്ള നടപടിക്രമങ്ങളാണ് പൂർത്തിയാക്കേണ്ടതുള്ളത്. പക്ഷെ കൂടുതൽ വകുപ്പുകൾ നിലവിൽ ACP പറഞ്ഞിട്ടുള്ളത് വെച്ചിട്ട് 27ഉം 29ഉം NDPS ആക്ടിൽ ഈ 2 വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയിട്ടുള്ളത്. ഇനി കൂടുതൽ വിവരശേഖരണം അതിനിടയിൽ നടത്തിയതിനു ശേഷം ഏതെങ്കിലും വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ എന്ന് നേരിട്ട് ACP പ്രതികരണം നടത്തിയിട്ടില്ല. അങ്ങനെയെങ്കിൽ മാത്രമായിരിക്കും കോടതിയിലേക്ക് ഹാജരാക്കുന്ന നടപടികളിലേക്ക് കടക്കുവാൻ സാധിക്കൂ. എന്തായാലും നിലവിൽ ചുമത്തപ്പെട്ട വകുപ്പുകൾ പോലീസ് നേരിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത് 27ആം വകുപ്പ് 29 ഒന്നുമാണ്. ഇത് രണ്ടും ജാമ്യം ലഭിക്കാവുന്ന കുറ്റം തന്നെയാണ്. അതായത് സ്റ്റേഷൻ ജാമ്യം ലഭിക്കാവുന്ന 2 കുറ്റങ്ങൾ. മറിച്ച് ഈ സാമ്പത്തിക ഇടപാട് ലഹരിക്ക് വേണ്ടിയിട്ട് നടത്തിയിട്ടുണ്ടെങ്കിലാണ് 27A എന്ന വകുപ്പിലേക്ക് കടക്കുക. അത്തരത്തിലുള്ള തെളിവുകളൊന്നും തന്നെ ഈ ഘട്ടത്തിൽ പോലീസിന് ലഭിച്ചിട്ടില്ലെന്നാണ് നമ്മുടെ അനുമാനം. അങ്ങനെ ഏതെങ്കിലും ഘട്ടത്തിൽ, അതായത് സജീറിന് കൊടുത്ത ഈ 20,000 രൂപ അതിന്റെ സാമ്പത്തിക ഇടപാട് ലഹരിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ആ 27A വകുപ്പ് കൂടി ചുമത്താൻ സാധിക്കും. അങ്ങനെയെങ്കിൽ ജാമ്യമില്ലാ കുറ്റം കൂടി ചുമത്തിക്കൊണ്ട് കേസ് കൂടുതൽ ബലപ്പെടുത്താനുള്ള നടപടികൾക്ക് പോലീസിന് നീക്കം നടത്താനുമാകും. പക്ഷേ അക്കാര്യത്തിലൊരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. പിന്നീട് ഇനിയുള്ള പരിശോധനാ ഫലത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിൽ സാമ്പിളുകൾ ശേഖരിച്ചു കഴിഞ്ഞു. അതായത് നഖം, മുടി, അതോടൊപ്പം തന്നെ ശരീരസ്രവങ്ങൾ ഇവയോടൊക്കെ തന്നെ സാമ്പിളുകൾ എറണാകുളം ജനറൽ ആശുപത്രിയിൽ എത്തിച്ചുകൊണ്ട് ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അവയിൽ നിന്നും രാസലഹരിയുടെ സാന്നിധ്യം കണ്ടെത്തി കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളിലേക്കും കൂടുതൽ വ്യക്തതയായിട്ടും തെളിവുകളായിട്ട് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ പോലീസിന് നിരത്താനും സാധിക്കും. 4 ദിവസത്തിൽ കൂടുതൽ അല്ലെങ്കിൽ 4 ദിവസമൊക്കെ ഈ ലഹരി ഉണ്ട് എങ്കിൽ അത് കണ്ടെത്താൻ സാധിക്കുന്ന പരിശോധനയാണ് നിലവിൽ നടക്കുക. ആ പരിശോധനയുടെ കാലയളവിന് ശേഷം പെട്ടെന്ന് തന്നെ അതിന്റെ റിപ്പോർട്ട് കൂടി വീണ്ടെടുക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുന്ന തരത്തിലേക്കായിരിക്കും ഉടനടി നടപടിക്രമങ്ങൾ പോലീസ് നടത്തുക. എന്തായാലും നിലവിൽ ഷൈൻ ടോം ചാക്കോ ഉള്ളത് എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലാണ്. ജനറൽ ആശുപത്രിയിൽ സാമ്പിളുകൾ ശേഖരിച്ചതിന് ശേഷം നേരെ നോർത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. 2 കുറ്റങ്ങളാണ് ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ഒന്ന് ലഹരി ഉപയോഗിച്ചു എന്നുള്ള NDPS ആക്ടിലെ 27ആം വകുപ്പും 2 NDPS ആക്ടിലെ തന്നെ 29(1) അതായത് ഗൂഢാലോചന അഥവാ പ്രേരണ കുറ്റം. ഈ 2 വകുപ്പുകളും ഒരു വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്നത്, 20,000-ൽ താഴെയൊക്കെ അപ്പീൽ ശിക്ഷ ലഭിക്കാവുന്നതുമാണ്. അത് മാത്രമല്ല വെയിലബിൾ ആണ്, അതായത് ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ തന്നെയാണ്. ഇതിന്മേലാണ് കേസിന്റെ നടപടികൾ ഇനി മുന്നോട്ട് നീങ്ങുക. എന്തായാലും സ്റ്റേഷൻ ജാമ്യം അടക്കം ലഭിക്കുമെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇനി കൂടുതൽ കുറ്റങ്ങൾ ചുമത്തണമെങ്കിൽ കൂടുതൽ തെളിവ് അനിവാര്യമാണ്. ഇപ്പോൾ നിലവിൽ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തത് 4 മണിക്കൂറാണ് ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്തത്. അതിൽ നിന്ന് ക്രോഡീകരിച്ച ഈ പറയുന്ന മറുപടികളിൽ സജീറുമായിട്ടുള്ള ബന്ധം ഇതടക്കമുള്ള കാര്യങ്ങളിലേക്കായിരിക്കും പോലീസ് കടക്കുക. എന്തായാലും സജീറിനെ അറിയാമെന്നും 20,000 രൂപയുടെ സാമ്പത്തിക ഇടപാട് ഇയാളുമായിട്ട് നടത്തിയിട്ടുണ്ടെന്ന കാര്യത്തിലും പോലീസിന് വ്യക്തത ഉണ്ടായിട്ടുണ്ട്. അത് ലഹരിക്ക് വേണ്ടിയിട്ടായിരുന്നോ, മുൻകാലങ്ങളിലൊക്കെ തന്നെ സജീറുമായിട്ട് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിലാണ് ഇനി വ്യക്തത വരേണ്ടത്. ജിജീഷ് കരുണാകരൻ ചേരുന്നു. ജിജീഷ്, ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ പ്രതി ആ സ്ത്രീയുമായും ബന്ധമുണ്ട് എന്ന് ഷൈൻ ടോം ചാക്കോ തുറന്ന് പറഞ്ഞിട്ടുണ്ട്. ആ കേസിൻ്റെ അന്വേഷണത്തിൽ നടന്മാരുടെ പങ്ക് പുറത്ത് വന്നതായിരുന്നു. ശ്രീനാഥ് ഭാസിയുടെ പേര് അത് പുറത്ത് വന്നിരുന്നു. ഇപ്പോൾ ആ സ്ത്രീയെ, ആ പ്രതിയെ അറിയാമെന്ന് ഷൈനും പോലീസിനോട് തുറന്ന് സമ്മതിച്ചിരിക്കുന്നു. കേസന്വേഷണം, അതായത് ഷൈൻ കസ്റ്റഡിയിലുള്ളത് കൊണ്ട് കേസന്വേഷണം ആ ഒരു തലത്തിലേക്കും വ്യാപിപ്പിക്കുമോ? തീർച്ചയായും ഇതിപ്പോൾ ആലപ്പുഴയിൽ പിടിയിലായ സ്ത്രീ, കഞ്ചാവ് ഇടപാടുമായി ബന്ധപ്പെട്ട് കേസിൽ പിടിയിലായ സ്ത്രീ 3 താരങ്ങളുടെ പേരുകൾ കൃത്യമായി തന്നെ അന്വേഷണ സംഘത്തിന് നൽകിയിരുന്നു. അതിൽ ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയ്ക്കുമുള്ള പങ്കാളിത്തം, ഇടപാടുകൾ, അവരുമായി നടത്തിയ ഇടപാടുകൾ എന്നിവ തന്നെയാണ് പറഞ്ഞിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ ചോദ്യങ്ങൾക്ക് ഷൈൻ ടോം ചാക്കോയിൽ നിന്നുകൂടി അന്വേഷണ സംഘത്തിന് പ്രധാനപ്പെട്ട വിവരങ്ങൾ ലഭിച്ചിരിക്കുന്നു. ഈ ഒരു ലഹരി ഇടപാടുകൾ, അതിനുവേണ്ടി പണം കൈമാറിയതുമായി ബന്ധപ്പെട്ട് എല്ലാം തന്നെ. മാത്രമല്ല ലഹരി ഇടപാടുകളിലെ മുഖ്യ കണ്ണി കൊച്ചിയിലെ ഹോട്ടലിൽ തങ്ങുന്നു എന്ന അറിഞ്ഞു തന്നെയായിരുന്നു അന്വേഷണ സംഘം അയാൾക്കായി വല വിരിച്ചത്, സജീറിനായി വല വിരിച്ചത്. അങ്ങനെയാണ് ഡാൻസർ സംഘം ഈ ഹോട്ടലിലേക്ക് എത്തുകയും ചെയ്തത്. എന്നാൽ മറ്റു പലരുമായിട്ടാണ് ഇടപാടുകൾ എന്നൊരു സംശയമായിരുന്നു അന്വേഷണ സംഘത്തിന് ആദ്യം ഉണ്ടായിരുന്നത് എങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് ഇവർ തമ്മിലുള്ള, ഷൈൻ ടോം ചാക്കോയും സജീറും തമ്മിലുള്ള സാമ്പത്തിക ഇടപാടുകൾ കൂടുതൽ മനസ്സിലാക്കിയപ്പോൾ ലഹരി ഇടപാടുകളുടെ ഭാഗമായി ലഹരി കൈമാറിയതിന് നൽകിയ പണമാണ്, അതിന്റെ ഒരു പ്രതിഫലമാണ് ഇത്തരത്തിൽ നൽകിയിരിക്കുന്നത് എന്നത് തന്നെയാണ് അന്വേഷണ സംഘം
പറയുന്നത്. അങ്ങനെ നിരവധി കാര്യങ്ങളിൽ നേരത്തെ സംശയകരമായി ഉണ്ടായിരുന്ന നിരവധി കാര്യങ്ങളിൽ ഷൈൻ ടോം ചാക്കോയുടെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലിൽ പല കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. 32ഓളം ചോദ്യങ്ങളെ അടിസ്ഥാനമാക്കി ആയിരുന്നു പ്രധാനമായും ഈ ഒരു ചോദ്യം ചെയ്യൽ നടന്നിരുന്നത്. ആ ചോദ്യം ചെയ്യലിലാണ് ഇത്തരത്തിൽ വളരെ വിശദമായ ഒരു മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുകയും ചെയ്തത്. അതിൽ തന്നെയാണ് ഷൈൻ ടോം ചാക്കോ കൃത്യമായ വിവരങ്ങൾ പങ്കുവച്ചത്. കാരണം ഈ ഒരു ഇടപാടിൽ എങ്ങനെയാണ് താൻ പങ്കാളിയായിരിക്കുന്നത്, ലഹരി ഇടപാടുമായി ബന്ധപ്പെട്ട കൂടുതൽ ആളുകളിലെ ഏതെല്ലാം സമയങ്ങളിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് എന്നീ കാര്യങ്ങൾ വ്യക്തമാക്കി. മാത്രമല്ല 3 മൊബൈൽ ഫോണുകളായിരുന്നു ഷൈൻ ടോം ചാക്കോ പ്രധാനമായി ഉപയോഗിച്ചിരുന്നത്. ഈ മൊബൈൽ ഫോണുകളുടെ സൈബർ പരിശോധന അടക്കം പൂർത്തിയാക്കുന്നതോടുകൂടി കൂടുതൽ കാര്യങ്ങളിൽ വ്യക്തത വരും. എന്നാൽ ഫോണിൽ നിരന്തരമായി ബന്ധപ്പെട്ടിരുന്ന ആളുകളെ കേന്ദ്രീകരിച്ച് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലുകൾ നടത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കാരണം അവർ നൽകി അവരുടെ മൊഴികൾ ഏറ്റവും പ്രധാനമാണ്. കാരണം ഈ ഷൈൻ ടോം ചാക്കോയെ ചോദ്യം ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇതിൽ ചില ആളുകളെ വിളിച്ചു വരുത്തി അന്വേഷണ സംഘം വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. അതിൽ ഷൈൻ ടോം ചാക്കോയെ കൂടിക്കഴിച്ച് 2 യുവതികൾക്ക് മാത്രമാണ് ഇതിൽ പങ്കാളിത്തമില്ല എന്ന് വ്യക്തമായത്. മറ്റു ചില ആളുകൾ ഇതിൽ കൃത്യമായി പങ്കാളിത്തമുള്ളവരാണ് എന്ന് അന്വേഷണ സംഘത്തിന് ബോധ്യമാവുകയും ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകൾ, ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വാർത്തകൾ വരുന്ന ബുള്ളറ്റിനുകളിൽ കൊടുക്കാം. ലഹരി കേസിൽ അറസ്റ്റിലായ നടൻ ഷൈൻ ടോം ചാക്കോയെ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കി. ഷൈൻ എറണാകുളം ജനറൽ ആശുപത്രിയിലാണ് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയത്. മയക്കുമരുന്ന് സാന്നിധ്യം കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ട്. എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. NDPS നിയമത്തിലെ സെക്ഷൻ 27, 29 ആക്ട് പ്രകാരമാണ് കേസ്.